നമസ്കാരം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ മുന്നണികളും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുമൊക്കെ വലിയ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടുത്തെറി, അതിൻ്റെ ലാഞ്ചനകളൊക്കെ കാണാൻ കഴിയുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. അധികാരവും രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിലുള്ള അകലം കുറയുന്നുവെന്ന തോന്നലാണ് ഇപ്പോൾ ഇതിന് കാരണമായി പറയേണ്ടിയിരിക്കുന്നത്. 2 ടേം ഭരിച്ച ഇടതുപക്ഷത്തെ ജനം മടുത്തിരിക്കുന്നു എന്ന ചിന്തയും ഒപ്പം BJP അടുത്ത കാലത്തെങ്ങും കേരളത്തിൽ അധികാരത്തിലെത്തില്ല എന്നതുമൊക്കെ കോൺഗ്രസിനെ അധികാരമോഹത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മുൻനിർത്തി തന്നെയാണ് നേതൃത്വത്തിലെ തലമുതിർന്ന നേതാക്കളും അല്ലാത്തവരും ഒക്കെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. നേരിട്ടൊരാളും മുഖ്യമന്ത്രി കസേരയുടെ മോഹം പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം. എന്നാൽ പാർട്ടിയിലെ അണികൾക്കും കൂടെ നിൽക്കുന്നവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ഈ വാക്കുകൾ കൊണ്ടും ഒപ്പം പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ വ്യക്തമാക്കിയിരിക്കുകയാണ് അവർ ഓരോ നേതാക്കളും. അത്തരം കാര്യങ്ങളിൽ മുൻപന്തിയിലാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ്റെ പ്രവർത്തനത്തെ നമുക്കൊരിക്കലും ദുരൂഹമായി കാണാനാകില്ല. എന്നാൽ ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ ഇടപെടലുകളെ ദുരൂഹതയുണ്ട്, ചിലപ്പോൾ അങ്ങനെ തന്നെ കാണാതിരിക്കാനുമാവുന്നില്ല. ആത്യന്തികമായി പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ് എല്ലാവരും അനുസരിക്കുക എന്ന ധാരണയിൽ എല്ലാവരും ആശ്വാസം കൊള്ളുന്നുമുണ്ട്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് പറയാൻ കഴിയില്ല. അവിടെയാണ് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ശശി തരൂരും സന്തോഷിക്കുന്നത്. കേരളത്തിലെ നേതാക്കളെക്കാൾ പിടിയുള്ളവരാണ് ഇവരെല്ലാവരും. 3 പേരും MPമാർ, AICCയിലും ഹൈക്കമാൻഡിലും നല്ല പിടിപാടുള്ളവർ. കേരളത്തിൽ നേതാക്കൾ തമ്മിൽ അടിക്കുമ്പോൾ തീരുമാനം ഹൈക്കമാൻഡിനെ കൊണ്ട് എടുപ്പിക്കുന്നത് പോലും ഈ പറയുന്ന ഈ ത്രയങ്ങളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സമ്മർദ്ദം ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തോടെ, AK ആൻ്റണിയുടെ വിശ്വജീവിതത്തോടെ, VM സുധീരൻ്റെ പിൻവാങ്ങലിലൂടെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയുധം വച്ച് കീഴടങ്ങിയതോടെ ഇനി ആർക്കും എന്തിലും അവകാശം ചോദിക്കാമെന്ന അവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ. അപ്പോൾ ഈ ധാരണ എല്ലാ നേതാക്കളിലും ശക്തമായി ഉണ്ട് താനും. രാഷ്ട്രീയ പ്രവർത്തനം കൂടുതലും അല്ലെങ്കിൽ ഒരു അക്കാഡമിക്കൽ പരിചയം കുറവുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ അവരിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് ശശി തരൂർ. രാഷ്ട്രീയ പ്രവർത്തനം കുറവും എന്നാൽ അക്കാഡമിക്കൽ ക്വാളിറ്റി എന്ന് പറയപ്പെടുന്ന ഏറെ ഉള്ള ആളുമാണ് ശശി തരൂർ. അതിൽ മാറ്റമൊന്നുമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി അതുപോലെ തന്നെ വരാനിരിക്കുന്ന AI സാങ്കേതിക ലോകത്തിനൊപ്പം ചിന്തിച്ചുള്ള അക്കാഡമിക്കൽ സ്ട്രാറ്റജിയിലാണ് തരൂർ തൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനുള്ളിൽ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം തരൂരിന് മുഖ്യമന്ത്രി പദം നോട്ടമുണ്ട് എന്ന് ഇതോടുകൂടി ബോധ്യമാവുകയും ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവനും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ മുന്നിൽ നിർത്തിയാലേ UDF വിജയിക്കൂ എന്നൊരു അവകാശവാദമാണ് തരൂർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണോ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിക്കും. സ്വാഭാവികമായും ഇത്രയും ഉയർന്ന അക്കാഡമിക് കരിയറുള്ള തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള എല്ലാവർക്കും വളരെ സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് തരൂർ ഇടതുപക്ഷ സർക്കാരിൻ്റെ വ്യവസായ നയത്തിനെ വളരെ കൃത്യമായി പിന്തുണച്ചുകൊണ്ട് ലേഖനം എഴുതിയത് എന്നുള്ളതാണ്. സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ അവതരിക്കുന്നതിനെ ആശ്ചര്യത്തോടു കൂടിയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ കാണുന്നത് എങ്കിൽ കൂടിയും ആ ബുദ്ധി നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ലോക്സഭാംഗം, പ്രവർത്തക സമിതി അംഗം, പാർലമെൻറ്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ഈ നിലകളിലൊക്കെയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ സംസ്ഥാന നേതൃത്വം തരൂരിനെ കാണുന്നത് പോലും. ഈ പദവികളെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും അർഹമായിട്ടുള്ള റോൾ തരൂരിന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. അതുകൊണ്ടാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ള ഇംഗിതമാണ് തരൂരിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിഷ്പക്ഷ വോട്ടുകളടക്കം നേടി കൈവരിച്ച വിജയത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ പറിച്ചു നടാൻ കഴിയുമെന്ന തരൂരിൻ്റെ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കൾ അതേപടി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും നേരിയ വിജയത്തോടെ കടന്നുകൂടുക മാത്രമാണ് തരൂർ ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാരും ചൂണ്ടിക്കാട്ടുന്നത് തരൂരിൻ്റെ വിജയത്തെക്കുറിച്ച്. അതേസമയം ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാടിന് 2 കസേരകൾ മാത്രമാണ് എന്നാണ് കോൺഗ്രസിലെ അണികൾ അടക്കം പറയുന്നത്. അതായത് ശശി തരൂരിന് ഒന്നുകിൽ മുഖ്യമന്ത്രി കസേര അല്ലെങ്കിൽ പ്രധാനമന്ത്രി കസേര. 2 കസേരകളിലും ഒരു നാൾ ഇരിക്കാനാവുമെന്ന് തന്നെയാണ്
തരൂരിനെന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏത് പൗരനും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ആർക്ക് വേണം പ്രധാനമന്ത്രി ആവാമല്ലോ. പക്ഷേ ജനാധിപത്യ പ്രക്രിയയിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്ന് മാത്രം. അതിന് വലിയ രാഷ്ട്രീയമായിട്ടുള്ള കക്ഷികളുടെ പിന്തുണ വേണം. ഒപ്പം തന്നെ രാജ്യത്ത് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ആണെങ്കിൽ സ്വപ്നം സാക്ഷാത്കരിക്കാനാവുമെന്ന് തന്നെയാണ് തരൂർ നേരത്തെയൊക്കെ ചിന്തിച്ചു വെച്ചിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ആ ചിന്തകൾക്കൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതാണ് പുതിയ നീക്കത്തിന് കാരണമെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ടാണ് കോൺഗ്രസിനെതിരെയും സർക്കാരിന് അനുകൂലവുമായിട്ടുള്ള ഇടപെടലുകൾ എഴുത്തിലും പ്രസംഗത്തിലുമൊക്കെ തരൂർ ഉൾപ്പെടുത്തുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ രാഷ്ട്രതന്ത്രജ്ഞതയാണ് പ്രധാനമെന്ന ചിന്താഗതിക്കാരനാണ് ശശി തരൂർ. പക്ഷേ കോൺഗ്രസിലെ നേതാക്കളെല്ലാം രാഷ്ട്രീയത്തിലൂടെയാണ് വളർന്നു വന്നത്. എന്നാൽ തരൂരിൻ്റെ രാഷ്ട്രതന്ത്രജ്ഞത കൊണ്ട് അധികാരമോഹം ഉണ്ടാകുന്നത് നന്നല്ല എന്നാണ് അണികളുടെ വിലയിരുത്തൽ പോലും. കാരണം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും ദുരിതങ്ങളും കാണാത്തവർക്ക് അധികാരം കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അത് വളരെ കൃത്യമാണ്. കാരണം തലസ്ഥാനത്തെ ഒരു MP ആണ് നമ്മുടെ ശശി തരൂർ. ഈ തലസ്ഥാനത്തെ MP കൂടിയായ ശശി തരൂർ 2 ആഴ്ചയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അദ്ദേഹത്തിന് എന്താ ആശാ വർക്കർ? PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ഒക്കെ ശമ്പളം കുത്തനെ കൂട്ടിയിട്ടും തരൂരിന് ഒരു കുഴപ്പവുമില്ല. ഇനി പ്ലീഡർമാരുടെ ശമ്പളം കൂട്ടിയതും പട്ടികജാതി ഫണ്ട് 500 കോടി വെട്ടിക്കുറച്ചതും ഒന്നും ഒരു വിഷയമല്ല ഈ ശശി തരൂരിന്. ന്യൂനപക്ഷ ഫണ്ട് വെട്ടിക്കുറച്ചതും അറിഞ്ഞിട്ടില്ല ഈ പാവം. പട്ടികവർഗ ഫണ്ട് 112 കോടി വെട്ടിക്കുറച്ചതിനെക്കുറിച്ചും മിണ്ടാട്ടമില്ല. ഇനി TP കേസ് പ്രതികൾക്ക് 1000 ദിവസത്തിൽ കൂടുതൽ പരോൾ കിട്ടിയിട്ടും അതിലും യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ പ്രതികരണവുമില്ല ഈ മഹാനായ MPക്ക്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 1.5 വർഷമായി ആനുകൂല്യം കിട്ടിയിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ക്ഷേമ പെൻഷൻ 3 മാസമായി കുടിശ്ശികയായി കിടക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എലൈറ്റ് ക്ലാസ് തനിക്കൊപ്പമുണ്ട് എന്ന ധാരണയിലാണ് തരൂർ കഴിയുന്നത് എന്നുള്ള വിമർശനം വളരെ കൃത്യമായി വരുന്നുണ്ട്. അതായത് എലൈറ്റ് ക്ലാസ് ഇത്തവണ വോട്ട് ചെയ്തത് ആർക്കാണെന്നറിയാമോ? രാജീവ് ചന്ദ്രശേഖരനാണ്. തോൽവി ഭയം എന്നപ്പോൾ രക്ഷിച്ചതാരാണെന്നറിയാമോ? മത്സ്യത്തൊഴിലാളികളായിരുന്നു. അതാദ്യം ശശി മനസ്സിലാക്കണം. നൂലിൽ കെട്ടി ഇറങ്ങാൻ പറ്റിയ കസേര അല്ല മുഖ്യമന്ത്രി കസേര എന്ന് മനസ്സിലാക്കുക. ഈ എലൈറ്റ് ക്ലാസ് എന്ന് വിചാരിച്ചാൽ ആ കസേര കിട്ടില്ല. ആശാ വർക്കർമാരുടെ, ക്ഷേമ പെൻഷൻകാരുടെ, പട്ടികജാതി പട്ടികവർഗക്കാരുടെ, ഈ മത്സ്യത്തൊഴിലാളികളുടെ, തീരദേശവാസികളുടെ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കുവാനും തയ്യാറാകാതെ ആർക്കും കസേര കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ശശി തരൂരെ. മറ്റൊരു KV തോമസിലേക്കുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ശശി തരൂരിന് മുമ്പിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് വിമർശനമായിട്ട് കാണുക കേട്ടോ. തരൂരിൻ്റെ പ്രസ്താവനകൾ അവഗണിക്കുവാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ശശി തരൂർ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് വിട്ടുപോവുകയാണെങ്കിൽ കോൺഗ്രസ് വിട്ടുപോകുമെന്ന് കരുതില്ല. പക്ഷേ പ്രതികരണങ്ങൾ അതിന് വിടരുത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം തിരുത്തട്ടെ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത്. 4 തവണ വിളിപ്പിച്ചുവെങ്കിലും സംസാരിക്കാനായില്ല എന്നും തിരക്കിലാണെന്നും തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നും കോൺഗ്രസിന് നല്ലൊരു നേതാവില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ ഞാൻ നന്നാകാൻ നോക്കാമെന്ന് തന്നെയാണ് K. സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രതികരണങ്ങളാണ് എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ താല്പര്യം. കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം ഈ മാധ്യമങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ കോൺഗ്രസ്സുകാരുടെ പ്രതികരണങ്ങൾ എങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലാണ് ഈ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുക എന്നാണ് കോൺഗ്രസ്സുകാരുടെ ധാരണ. കേരളത്തിൽ എന്നെപ്പോലെ ചെറിയ ആളുകളുണ്ട് എന്നുള്ളതാണ് K. മുരളീധരനും ഉള്ളിലെ ആഗ്രഹത്തിൽ തലോടിക്കൊണ്ട് പറയുന്നത് എന്നാണ്. ഞാൻ മുഖ്യമന്ത്രി ആയിക്കോളാം, തരൂർ അവിടെ കേന്ദ്രത്തിൽ നിന്നാണ്. ഇത്തരം പ്രതികരണങ്ങൾക്കിടയിൽ തരൂർ തനിക്ക് തോന്നുന്നത് പറയാൻ മടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. പരമ്പരാഗതമായിട്ട് ലഭിക്കുന്നവയ്ക്ക് പുറമേ അതിന് പുറത്തുള്ള വോട്ടുകൾ കൂടി ആകർഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തുടർച്ചയായിട്ട് 3-ാം തവണയും പാർട്ടിക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് സംസ്ഥാന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അഭാവം കൊണ്ട് എന്നുള്ള ചിന്ത തന്നെയാണ് ഒട്ടേറെ പ്രവർത്തകർക്ക് ഉള്ളത് എന്ന് തരൂരിൻ്റെ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് വിടുന്നത് ശരിയാണ് എന്ന് താൻ കരുതുന്നില്ല എന്നും പാർട്ടിക്ക് പുറത്ത് സ്വതന്ത്രനായിട്ട് നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ടോ എന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭാവി നീക്കങ്ങൾ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും അദ്ദേഹം തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ മാസം 18-ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുൻപാണ് ഈ പോഡ്കാസ്റ്റിനുള്ള ഒരു അഭിമുഖത്തിൽ തരൂർ പങ്കെടുത്തതും അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ആ ഇംഗ്ലീഷ് മാധ്യമമായിട്ട് ഏകദേശം 45 മിനിറ്റോളം സംഭാഷണം നടത്തിയതുമൊക്കെ. അതിൽ 2 വാചകങ്ങൾ ചേർത്ത് തലക്കെട്ടാക്കിയാൽ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകുമെന്നുള്ളതാണ് തരൂർ പറയുന്നത്. അപ്പോൾ ഈ മാസം 26-നാണ്
പോഡ്കാസ്റ്റ് ഇറങ്ങാൻ പോകുന്നത്. അതിന് മുൻപാണ് ഈ വിപ്ലവങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് അവർ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കുന്നു എന്ന് കരുതിയില്ല എന്നുകൂടി ശശി തരൂർ പറയുന്നുണ്ട്. കേരളത്തെ മെച്ചപ്പെടുത്തുവാനുള്ള അവസരം അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള സന്നദ്ധതയാണ് താൻ പ്രകടിപ്പിച്ചത് എന്നും അതിനെ തെറ്റിദ്ധരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഉണ്ടായതെന്നും പറയുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും സ്വീകാര്യതയുള്ള മുഖങ്ങളിലൊന്നാണ് തരൂരിൻ്റേത് എന്ന് യുവനേതാക്കൾ പലരും അഭിപ്രായപ്പെട്ടതായിട്ട് തന്നെയാണ് പോഡ്കാസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ മറുപടി നൽകിയത്. അപ്പോൾ യുവജനങ്ങളുടെ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷമുണ്ടെന്നും അവർ മാത്രമല്ല ചില ഘടകകക്ഷികളും ഇക്കാര്യത്തിൽ തന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നും ശശി തരൂർ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് രണ്ട് അഭിപ്രായ സർവേകൾ, ആ അഭിപ്രായ സർവേകളും താൻ കണ്ടിട്ടൊന്നും ഒരു ശ്രമവും നടത്താതെ, കേരളത്തിൽ ഒരു പ്രചാരണവും നടത്താതെ ഈ ആൾക്കാരുടെ മനസ്സിൽ താൻ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാണ് ശശി തരൂരിൻ്റെ ധാരണ. പക്ഷേ അതിനെ ഉപയോഗിക്കാൻ പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ താൻ ഉണ്ടാകുമെന്നും താല്പര്യമില്ലെങ്കിൽ താൻ തൻ്റെ കാര്യം നോക്കുമെന്നും തന്നെയാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് സമയമെന്ന് പറയപ്പെടുന്ന ചിലവാക്കാൻ മറ്റു വഴികളില്ലെന്ന് വിചാരിക്കരുത് എന്നുകൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം നൽകിയത്. തനിക്ക് എഴുത്തുണ്ട്, പുസ്തകങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, ലോകം മുഴുവൻ ഓടി നടക്കുവാനുള്ള ക്ഷണങ്ങളുണ്ട് എന്നൊക്കെ തന്നെയാണ് തരൂർ പറഞ്ഞു വയ്ക്കുന്നത്. എങ്കിലും തരൂരിൻ്റെ വാക്കുകളിൽ മറ്റെന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കോൺഗ്രസിനും അറിയാം. കോൺഗ്രസിൻ്റെ ക്ഷീണ സമയങ്ങളിൽ എപ്പോഴും തരൂർ വിവാദ നായകനായി എത്താറുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയപ്പെടുന്നത്. നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞതും ഇപ്പോൾ തന്നെ കേരളത്തിലെ ഇടത് സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങളുടെ വളർച്ച, ആ വളർച്ചയുടെ സൂചികയും എല്ലാം കോൺഗ്രസിനെ തിരിച്ചടിച്ച സംഭവങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഉണ്ടാകേണ്ട അല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ ആണ് ചിന്ത. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെയൊക്കെ കോൺഗ്രസ് അണികൾ പ്രത്യക്ഷമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് പരസ്യമായി അഭിനന്ദിക്കുമ്പോൾ അത് രാഷ്ട്രീയ ചതി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചതികൾ ഉണ്ടാകാതിരിക്കേണ്ടതായിരുന്നു. എന്നാൽ വികസനത്തിന് എപ്പോഴും കൊടി നോക്കാതെയുള്ള പിന്തുണ നൽകുന്ന മനോഭാവങ്ങൾ, ആ മനോഭാവം മാത്രമാണ് തൻ്റേതെന്നാണ് ശശി തരൂർ ഉറച്ചു പറയുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉറപ്പിക്കുന്നിടത്താണ് തർക്കവും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് തരൂർ പറഞ്ഞു വെക്കുമ്പോഴും തരൂരിനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തുവാൻ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും, ചെറുതും വലുതുമായിട്ടുള്ള നേതാക്കന്മാർ ഉള്ളപ്പോഴും മുല്ലപ്പള്ളി അടക്കമുള്ളവർ ഈ ശശി തരൂരിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുള്ളൂ. തരൂർ പറഞ്ഞത് തെറ്റുണ്ടോ, ഉണ്ടെങ്കിൽ അത് തിരുത്തട്ടെ എന്നുള്ള തരത്തിലുള്ള വാചകങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ ഈ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ നേതാക്കളെല്ലാം, അതായത് VM സുധീരനാണെങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും AK ആൻ്റണി ആണെങ്കിലും ഒക്കെ ഇപ്പോൾ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണ്. ഇവരെല്ലാം മാറി പുതിയ ഒരു സംവിധാനത്തിൻ്റെ കീഴിലേക്ക് കോൺഗ്രസ് എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തുന്നെങ്കിൽ മാത്രമേ ഈ കോൺഗ്രസ്സിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ശശി തരൂരിൻ്റെ വാദഗതികൾ ശശി തരൂർ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും സർവാത്മന യോഗ്യൻ തന്നെയാണ് താങ്കൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് ജനങ്ങൾ കൂടി അഭിമുഖീകരിക്കണം. ജനങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കണം, ആ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലാതെ താങ്കൾ ഈ പറയുന്ന എലൈറ്റ് ക്ലാസ് തങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരിക്കലും കേരളത്തിൻ്റെ എന്നല്ല ഒരിടത്തെ മുഖ്യമന്ത്രിയാകില്ല. പക്ഷേ പകരം എലൈറ്റ് ക്ലാസ്സിനോടൊപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ, തീരദേശവാസികളുടെ, സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ ഒക്കെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. എലൈറ്റ് ക്ലാസ്സിലെ സുഖലോലുപന്മാർക്ക് മാത്രമുള്ളതല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം എന്ന് താങ്കൾ മറന്നു പോകരുത്. ഒപ്പം തന്നെ താങ്കൾ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രി പദവും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പദവും ലഭിക്കണമെങ്കിൽ കോൺഗ്രസിനോടോ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോടോ ചായ്വുള്ളത് ആ പാർട്ടിയുമായി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക. ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കട്ടെ, മുഖ്യമന്ത്രിയായിട്ടാണെങ്കിലും പ്രധാനമന്ത്രിയായിട്ടാണെങ്കിലും.